ദേവി നിൻ രൂപം ശിശിരമാസക്കുളിരാവിൽ കാണാനായി ഓമലേ ഗാനമായി നിൽപ്പു ഞാൻ ദേവി നിൻ രൂപം ശിശിരമാസക്കുളിരാവിൽ കാണാനായി ഓമലേ ഗാനമായി നിൽപ്പു ഞാൻ ദേവി നിൻ രൂപം. ഇന്ന് നമുക്ക് 2 മത്സരാർത്ഥികളാണ്. നമുക്ക് അവരെ പരിചയപ്പെടാം. എൻ്റെ പേര് ഗോപിക പ്രസാദ്, എൻ്റെ വീട് ചെങ്ങന്നൂർ. എൻ്റെ പേര് പ്രീതി, എൻ്റെ വീട് നെയ്യാറ്റിൻകര. അപ്പം ഒരു എൻട്രി ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യന് നിങ്ങൾ ബസ്സറമർത്തി കഴിഞ്ഞ് ഉത്തരം നൽകി കഴിഞ്ഞാൽ യു ക്യാൻ കം ടു ദ ഹോട്ട് സീറ്റ്. പക്ഷേ ഇന്നത്തെ നമ്മുടെ ടോട്ടൽ ഷോയ്ക്ക് 15,000 രൂപയാണ് സമ്മാനം. ഓക്കെ ആണല്ലോ? റെഡിയാണോ? റെഡി. അപ്പം ഐ ആം ഗോയിങ് ടു ആസ്ക് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എൻട്രി ക്വസ്റ്റ്യൻ. വെള്ളാനുകളുടെ നാട് എന്ന സിനിമ സംവിധാനം ചെയ്തതാരാണ്? എ സത്യൻ അന്തിക്കാട്, ബി പ്രിയദർശൻ, സി ശ്രീനിവാസൻ. സർ, സത്യൻ അന്തിക്കാട്. ഉത്തരം തെറ്റാണ്. പ്രിയദർശൻ ആണ് ശരി ഉത്തരം. സോ ഗോപിക ക്യാൻ കം ടു ദ ഹോട്ട് സീറ്റ്. സോ വെൽക്കം ഗോപിക. താങ്ക് യു സർ. പറയാൻ നേരം എവിടെയാണ് വീട്? എൻ്റെ വീട് ചെങ്ങന്നൂർ, ആലപ്പുഴ. എനിക്ക് ചെങ്ങന്നൂർ എന്ന് പറയുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരു കാര്യം പറയാം. ചെങ്ങന്നൂർ റിച്ച് ഹോട്ടൽ എന്ന് പറഞ്ഞ ഒരു ഹോട്ടൽ ഉണ്ടായിരുന്നു പണ്ട്. അറിയാമോ എന്ന് പറഞ്ഞൂടാ? ഇല്ല, അറിയില്ല. അപ്പോൾ റിച്ച് ഹോട്ടൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഹോട്ടലായിരുന്നു. അതെൻ്റെ ഒരു റിലേറ്റീവിൻ്റെയാണ്. അപ്പോൾ അന്ന് വൈകുന്നേരം അമ്പലത്തിൽ ഗാനമേളയാണ്. ഞാൻ എന്ത് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പോയിട്ട് നല്ല ഫിഷ് ഫ്രൈ ഒക്കെ ഉണ്ടായിരുന്നു. നല്ല വലിയ മീൻ ഫിഷ് ഫ്രൈയും ഊണും കഴിച്ചു. ഇതിനിടയിൽ എൻ്റെ തൊണ്ടയിൽ, അതായത് ടോൺസിലൈറ്റിസ് എന്ന് പറഞ്ഞ ഒരു ഇതുണ്ട്, അതിൽ ഒരു മുള്ളു കുത്തി കയറി. എനിക്ക് ഇരിക്കാനും വയ്യ, നിൽക്കാനും വയ്യ, ഭയങ്കര ടെൻഷനായി. കാരണം അപ്പോൾ ആൾക്കാർ പറഞ്ഞു ഒരു ഉരുള ചോറ് ഉരുട്ടി അങ്ങ് കഴിച്ചാൽ മതി, പൊക്കൊള്ളുമെന്ന് പറഞ്ഞു. അങ്ങ് വിഴുങ്ങിയാൽ മതി, ആ ചോറിൻ്റെ കൂടെ അങ്ങ് പൊക്കൊള്ളുന്നു. അങ്ങനെ അത് കഴിച്ചു നോക്കി, 2-3 ഉരുള കഴിച്ചു നോക്കി, അത് പോകുന്നില്ല. അപ്പോൾ ഒരാൾ പറഞ്ഞു ഏത്തമ്പഴം കഴിച്ചാൽ മതി നോക്കി. അപ്പം ഞാൻ പറഞ്ഞു ഇനി ഊണും കഴിഞ്ഞ് ഉരുളയും കഴിഞ്ഞ് ഇനി ഏത്തമ്പഴം കൂടെ. ശരി, എന്തായാലും മുള്ളു പോകണ്ടേ. അങ്ങനെ ഒരു ഏത്തമ്പഴം കൂടെ വെട്ടി വിഴുങ്ങി, അതിനും മുള്ളു പോയില്ല. പിന്നെ അതിൻ്റെ അടുത്തുള്ളൊരു ചെറിയൊരു ഹോസ്പിറ്റലിൽ പോയപ്പോഴത്തേക്ക് ഡോക്ടർ വന്നിട്ട് ഈ ഫോഴ്സപ്സ് ഇട്ടിട്ട് കറക്റ്റായിട്ട് ആ മുള്ളിനെ എടുത്തു. അതുവരെ എനിക്ക് എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ആ മുള്ളിങ്ങനെ കിറന്ന് പറഞ്ഞ് അടിക്കും ഇവിടെ മുഴുവൻ. ചെങ്ങന്നൂരെന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് പെട്ടെന്ന് ആദ്യം ഓർമ്മ വരുന്നത് അത്രയും സമയത്ത് എനിക്കുണ്ടായ ഒരു ഭയം. കാരണം വൈകുന്നേരം ഗാനമേള ഇരിക്കുന്നു, പിന്നെ ഞാൻ കുറച്ച് ചൂടുള്ളതെല്ലാം കഴിച്ചു. പിന്നെ ഒരു 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ശരിയായി. പിന്നെ ഗാനമേളയൊക്കെ ദൈവാധീനം കൊണ്ട്, ചെങ്ങന്നൂര് ഭഗവാന്റെ മഹാദേവന്റെ അനുഗ്രഹം കൊണ്ട് അതൊക്കെ ശരിയായി. അപ്പോൾ ഗോപിക, നമുക്കിതിനകത്ത് ആദ്യത്തെ സെക്ടർ കേറി പാടാ മക്കളെയാണ്. അതിൽ 5 ചോദ്യമാണ്. 5 ചോദ്യത്തിന് ഉത്തരം നൽകി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സവാരി ഗിരിഗിരിയിൽ എത്താം. ഓക്കെ, കേറി പാടാ മക്കളെ. ഈ ചോദ്യങ്ങളെല്ലാം തന്നെ ഏത് സിനിമയിൽ നിന്നാണെന്നൊരു ഗസ് ഉണ്ടോ ഗോപിക്ക്? വെള്ളാനകളുടെ നാടായിരിക്കുമല്ലോ. കറക്റ്റ്, വെരി ഗുഡ്. വെള്ളാനുകളുടെ നാട് എന്ന ചിത്രത്തിൽ നിന്നാണ് ഈ ചോദ്യങ്ങളെല്ലാം. നോക്കൂ, ആരൊക്കെയാണ്? മോഹൻലാല്, ശോഭന, അത് ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്, ഒത്തിരി ആർട്ടിസ്റ്റുണ്ട്. അപ്പം ഇതിന് മുഴുവൻ 10 ചോദ്യങ്ങൾക്കും ഈ സവാരി ഗിരിഗിരി ഉൾപ്പെടെ അടുത്ത സെക്ഷൻ ഉൾപ്പെടെ എല്ലാ രാജമാണിക്കും ഉൾപ്പെടെ എല്ലാത്തിനും ഉത്തരം നൽകി കഴിഞ്ഞാൽ 15,000 രൂപ വരെ കളിക്കാം. ഓക്കെ, സോ കേറി വാടാ മക്കളെ. ആദ്യത്തെ ചോദ്യം ഇതാ. വെള്ളാനുകളുടെ നാട് എന്ന സിനിമ ഹിന്ദിയിലേക്ക് ഖാട്ടാ മീട്ട എന്ന് റീമേക്ക് ചെയ്തപ്പോൾ അതിലെ നായകൻ ആരായിരുന്നു? എ അനിൽ കപൂർ, ബി അക്ഷയ് കുമാർ, സി അമീർ ഖാൻ. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. 20 seconds. ഓപ്ഷൻ ബി അക്ഷയ് കുമാർ. ഈ പടം കണ്ടിട്ടുണ്ടല്ലേ? ഇതിന്റെ ഹിന്ദി കണ്ടിട്ടുണ്ട്, സീൻസ് ഒക്കെ ഓർമ്മയുണ്ട്. തൃശ്ശയായിരുന്നു നായകൻ. ഇപ്പൊ എത്ര വയസ്സായി? എനിക്ക് 21.
അപ്പോൾ ആ ഒരു പഴയ തലമുറയല്ല, ഒരു യങ് ജനറേഷനാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഗ്യാപ്പിൻ്റെ ഒരു ഇതുണ്ട്. കാരണം ഇപ്പം ഹിന്ദി കണ്ടു മലയാളം കണ്ടില്ല എന്ന് പറയുമ്പം ഉണ്ടാകുന്നൊരു സംശയമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അക്ഷയ് കുമാറാണ് പറഞ്ഞിരിക്കുന്ന ഉത്തരം. ബി അക്ഷയ് കുമാർ. ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റുലേഷൻസ്. 1000 രൂപ സമ്മാനമായി ലഭിച്ചിരിക്കുന്നു. താങ്ക് യു സർ. അതാണല്ലോ അതിന്റെ ഒരു ഇത്. അപ്പൊ ഈ ഷോ കാണുന്നുണ്ടല്ലേ? ഉണ്ട് സ്ഥിരമായിട്ട് കാണാറുണ്ട്. താങ്ക് യു സോ മച്ച്. കേറി പാടാ മക്കളെ. ഇതാ രണ്ടാമത്തെ ചോദ്യം, ശ്രദ്ധിക്കൂ. ഈ സിനിമയിൽ ഗസ്റ്റ് റോളിൽ ഒരു പ്രമുഖ നടൻ വരുന്നുണ്ട്. ആരാണ് ആ നടൻ? എ സോമൻ, ബി ജനാർദ്ദനൻ, സി നെടുമുടി വേണു. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. 20 seconds. സർ എനിക്ക് ഡൗട്ടുണ്ട്. ചോദിച്ചോളൂ, അവരോട് ചോദിച്ചോളൂ. ഈ സിനിമയിൽ ഗസ്റ്റ് റോളിൽ ഒരു പ്രമുഖ നടൻ വരുന്നുണ്ട്. ആരാണ്? സോമൻ, ജനാർദ്ദനൻ, നെടുമുടി വേണു. വേണം ഞാനൊരു ക്ലൂ വരാം. ട്രിവാൻഡ്രത്തുള്ളൊരു വ്യക്തിയാണ്. ഓപ്ഷൻ സി നെടുമുടി വേണു. സി നെടുമുടി വേണു. ഞാൻ നെടുമുടി വേണു ചെന്ന് എടുത്തിട്ട് അങ്ങ് പൂട്ടുകയാണ്. കുട്ടിക്കോളൂ സർ. ഏതിനാ പഠിക്കുന്നത്? ഞാനിപ്പം BSc സുവോളജി. സുഗോളജി. അപ്പൊ മാക്രിയെ കയറാൻ അറിയാല്ലേ? മാക്രിയില്ല, കൊഞ്ചുണ്ട്, പാറ്റയുണ്ട്. മാക്രിയെ കീറുന്ന ഇപ്പൊ നിരോധിച്ചേക്കും. മാക്രിയെ ഇപ്പൊ കീറാൻ നിരോധിച്ചേക്കും. മാക്രി ഒന്നും ഇല്ല. പണ്ട് മാക്രിയുടെ 4 കാലും കൂടി ഇങ്ങനെ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ടീച്ചേഴ്സ് ഒക്കെ പറയുന്ന കേട്ടിട്ടുണ്ട് അങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ അതിനെ പിടിക്കാൻ വേണ്ടി ഇങ്ങനെ കുളത്തിൽ പോയി ആൾക്കാർ പച്ചത്തവള എടുത്തെടുത്ത് ആ സംഭവം ഇല്ലാതായി. അപ്പൊ അതിന്റെ വംശനാശം ആയതും കൊണ്ട് ഇപ്പം പാറ്റ പിന്നെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. ഓക്കെ, സി നെടുമുടി വേണു. ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റുലേഷൻസ്. അഗൈൻ യു ഗോട്ട് 1000 rupees. താങ്ക് യു സർ. അപ്പം അതാണല്ലോ ഇതിന്റെ ഒരു ഇത്. അത്